ദേശാഭിമാനി മുഖപ്രസംഗം 2025 ജൂലൈ 30. പുതുജീവിതം തളർക്കുന്ന ദുരന്തഭൂമി. ഉരുൾപൊട്ടി വയനാടിന്റെ ജീവനും ജീവിതവും കവർന്ന ചൂരൽമലയിലും മുണ്ടക്കയിലും അട്ടമലയിലും പുഞ്ചിരിമട്ടത്തും പുതുജീവിതത്തിന്റെ നാമ്പുകൾ വിടർന്ന് തളിർക്കുകയാണ്. കേരളം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത ദുരന്തത്തിനാണ് കഴിഞ്ഞ വർഷം ജൂലൈ 29 അർദ്ധരാത്രിയോടെ ചൂരൽമല സാക്ഷിയായത്. ജീവിതാവാസ കേന്ദ്രമാകെ ഉരുൾപൊട്ടി തകർന്ന സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും വയനാടിനല്ല, മനുഷ്യ സമൂഹത്തിനാകെ താങ്ങാനാകാത്തതാണ്. ഉരുൾപൊട്ടി ഒലിച്ചുപോയ ദുരന്തത്തിന് ഒന്നല്ല, എത്ര വർഷം പിന്നിട്ടാലും ഉറ്റവരുടെ മനസ്സിൽ ദുഃഖത്തിന്റെ നെരിപ്പോട് അടങ്ങില്ല. കണ്ണേ മടങ്ങുക എന്ന്1000 ആവർത്തി പറയാനാകും വിധമുള്ള നാശനഷ്ടം, ഒരു ഗ്രാമമാകെ കുത്തിയൊലിച്ച് നശിച്ച, എല്ലാം തകർന്ന ദുരന്തം നാം ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്തതായിരുന്നു. എന്നാൽ സമാനതകളില്ലാത്ത ആ ദുരന്തത്തിനു മുന്നിൽ മലയാളി പകച്ചു നിന്നില്ല എന്നുള്ളതാണ് ഒരു വർഷത്തിനിപ്പുറം അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകളും ചിത്രങ്ങളും വ്യക്തമാക്കുന്നത്. ഉറ്റവരും ഉടയവരും നഷ്ടമായവരുടെ കണ്ണീരിന് പകരം നൽകാൻ മറ്റൊന്നിനുമാകില്ലെങ്കിലും സങ്കടങ്ങളിൽ നിന്ന് അവരെ ആശ്വാസ തീരത്തേക്ക് പുനരാനയിക്കാനുള്ള ശ്രമങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ദുരന്ത വാർഷിക വേളയിൽ കണ്ണീർ മാറി ചെറുചിരി വിടരുന്നതിലേക്ക് ചൂരൽമല നിവാസികൾ മാറിയിരിക്കുന്നു. പുതിയ വീടും ജീവിതാവാസ സൗകര്യങ്ങളുമായി ടൗൺഷിപ്പ് നിർമ്മാണം മുന്നേറുമ്പോൾ വീണ്ടും അതിജീവനത്തിന്റെ ഗാഥ. ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്ന കവിവാക്യം യാഥാർത്ഥ്യമാകുന്നത് നാം അനുഭവിക്കുകയാണ്. പ്രകൃതിയും സാമൂഹ്യ സാഹചര്യങ്ങളും വെല്ലുവിളിച്ചിട്ടും മറ്റു പലവിധ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ടും തകർന്നടിഞ്ഞവരുടെ സ്വപ്നങ്ങൾക്ക് അനുസൃതമായി പുതിയ വയനാട് ഉയരുകയാണ്. സ്വപ്നങ്ങൾ മണ്ണടിഞ്ഞ ഒരു ജനതയ്ക്കൊപ്പം ഇച്ഛാശക്തിയുള്ള സർക്കാർ നിന്നതിന്റെ സാക്ഷ്യങ്ങളാണ് പണി പൂർത്തിയാകുന്ന ടൗൺഷിപ്പുകൾ. ദുരന്തത്തിൽ സഹായവും കരുതലുമായി ഓടിയെത്തിയ LDF സർക്കാർ തടസ്സങ്ങൾ മറികടന്ന് ജീവിതം പുനർനിർമ്മിക്കാമെന്നത് പ്രാവർത്തികമാക്കുകയാണ്. 298 പ്രാണനുകൾ കടപുഴക്കിയ ദുരന്തമായിരുന്നു വയനാട്ടിലുണ്ടായത്. പ്രകൃതി കലിവർഷമാടിയ നാളുകളിൽ മനുഷ്യരും നാൽക്കാലികളും വീടും റോഡും സ്കൂളും കടകളുമടക്കം ഗ്രാമമാകെ കുത്തിയൊലിച്ചു. എല്ലാം നഷ്ടമായ പാവങ്ങൾക്കായി 410 വീടുകളാണ് സർക്കാർ പണിതു നൽകുന്നത്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടറിലാണ് അതിമനോഹരവും സൗകര്യപ്രദവുമായ അതിജീവന കേന്ദ്രങ്ങൾ ഉയരുന്നത്. അതിലെ ആദ്യ മാതൃകാ വീടിന് ഇനി മിനുക്കുപണിയേ ബാക്കിയുള്ളൂ. 5 സോണിലായാണ് സർക്കാർ നേരിട്ട് വീട് പണിയുന്നത്. 1000 ചതുരശ്ര അടിയിൽ 2 കിടപ്പുമുറി, ശുചിമുറി, സിറ്റ് ഔട്ട്, ഡൈനിങ്, ലിവിംഗ്, പഠനമുറി, അടുക്കള, വർക്ക് ഏരിയ എന്നിവയിലെല്ലാമായി ഒരു കുഞ്ഞു കുടുംബത്തിനുള്ള ആധുനിക സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട് ഇവിടെ. ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി, അങ്ങാടി, കമ്മ്യൂണിറ്റി സെന്റർ, ലൈബ്രറി, മൾട്ടിപർപ്പസ് സെന്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ട ടൗൺഷിപ്പിന്റെ നിർമ്മാണം പ്രകൃതിയോട് ഇണങ്ങിയാണ്. ഉരുൾപൊട്ടി 7 മാസത്തിനകം ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണത്തിനുള്ള നിയമപരവും മറ്റുമുള്ള തടസ്സങ്ങൾ എല്ലാം നീക്കിയുള്ള സർക്കാരിന്റെ ഇടപെടൽ എല്ലാവരും അംഗീകരിക്കുന്നു. ഉരുൾപൊട്ടിയ ഉടൻ സർക്കാർ സംവിധാനങ്ങൾ ചൂരൽമലയിൽ എത്തിയിരുന്നു. യുദ്ധസമാന സാഹചര്യത്തിലുള്ള രക്ഷാപ്രവർത്തനം സംസ്ഥാന സർക്കാർ ഒരുക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഭരണം ഒന്നാകെ ദുരന്തബാധിതരുടെ കണ്ണീരൊപ്പാനെത്തി. മന്ത്രിമാരായ OR കേളു, K രാജൻ, PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ 1 മാസം ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കേരളം ഞെട്ടിവിറച്ച ഈ ദുരന്തത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും താങ്ങും തണലുമായി. മലയാളിയുടെ മാനവിക സ്നേഹത്തിന്റെയും നന്മയുടെയും മഹിമ വറ്റിയില്ലെന്ന് തെളിയിക്കും വിധം സഹായങ്ങൾ ഒഴുകി. ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വന്നു. കുഞ്ഞുങ്ങൾക്കൊപ്പം വർണ്ണചിത്രമെടുത്ത മോദി വാഗ്ദാനങ്ങൾ നൽകി മടങ്ങി. പുനരധിവാസ പദ്ധതികൾക്കുള്ള സഹായം, തനിച്ചായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പാക്കേജ്, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് വരുമാനത്തിന് പദ്ധതി തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ കേരളം ഉന്നയിച്ചിരുന്നു. ദുരന്തമുഖത്തും മലയാളികളെ സഹായിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സമീപനത്തിൽ തളരാതെയും തകരാതെയും വയനാടിനെ പുനർനിർമ്മിക്കാൻ LDF സർക്കാരിന് സാധിക്കുന്നു എന്നതാണ് പ്രതീക്ഷാഭരിതമായ കാഴ്ച. ദുരന്തബാധിതർക്ക് പ്രതിമാസ സഹായവും പാർപ്പിടവും ഒരുക്കി. വീട്ടുപകരണമടക്കം നൽകി ഓരോ മനുഷ്യരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സർക്കാർ പ്രതിബദ്ധത കാട്ടി. വാടക വീടുകളിലും ബന്ധുവീടുകളിലും താമസിക്കുന്നവർക്ക് 6000 രൂപ വീതം മുടങ്ങാതെ കൊടുത്തു. ആരൊക്കെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ദുരിതവും ദുരന്തവും അനുഭവിക്കുന്ന പൗരസമൂഹത്തോട് ഭരണാധികാരികളും സംവിധാനവും മനുഷ്യസ്നേഹത്തോടെ കരുതലും കനിവും കാട്ടി എങ്ങനെ ഇടപെടണമെന്നതിന് നാളെ ലോകം വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ മാതൃകയാക്കും. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ
പരിസ്ഥിതിയെ ചേർത്തു നിർത്തുന്ന ജീവിത സംസ്കാര പാഠങ്ങൾ കൂടി ഉരുക്കഴിച്ചാണ് വയനാടിന്റെ അതിജീവനം സാധ്യമാകുന്നത് എന്നത് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്കായി കാത്തുവെക്കേണ്ടതാണ് ഈ ഭൂമി എന്നെല്ലാവരെയും പേർത്തും ഓർമ്മിപ്പിച്ച പരിസ്ഥിതി സൗഹൃദമായ ജീവിത സംസ്കാരത്തിനു കൂടി പ്രചാരം നൽകിയാണ് സർക്കാർ വയനാട്ടിൽ അതിജീവനമൊരുക്കുന്നത്. ഇതിലുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ വയനാടിന്റെ പേരിൽ അരങ്ങേറിയ അപമാനകരമായ ചില പ്രവർത്തനങ്ങളും സൂചിപ്പിക്കാതിരിക്കാനാകില്ല. വീട് പണിയാൻ നാട്ടുകാരിൽ നിന്ന് കോടികൾ സമാഹരിച്ച് വെട്ടിച്ച ചില രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എന്തൊരു ദുരന്തമാണെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. പ്രകൃതിക്ഷോഭം പോലും അഴിമതിക്കുള്ള അവസരമാക്കുന്ന ഇത്തരം രാഷ്ട്രീയ ദുരന്തങ്ങളെ ഈ വേളയിൽ നമുക്ക് ഒറ്റപ്പെടുത്താനാകണം.